കാശ് ഞാൻ വേലാതേട്ടൻ്റെ വീട്ടിലെത്തിച്ചു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു പണി കിട്ടിയിട്ടുണ്ട്. എന്താ മോനെ, എന്താ അവിടെ ഉണ്ടായേ? ഞാൻ കഴിഞ്ഞ ദിവസം വേലായുധനെ കണ്ടുപോകുന്നതിന് ശേഷം വേലായുധനെ 1-2 പേര് ചേർന്ന് ആക്രമിച്ചു. അയ്യോ, ആ വഴക്കില് വേലായുധന് കുത്തേറ്റു. അയ്യോ എന്റെ ദേവി. എന്നിട്ട് ഇപ്പൊ വേലായുധം മൊഴി കൊടുത്തിരിക്കുന്നത് വേലായുധനെ കുത്തിയത് ഞാനാണെന്നാ. അതിപ്പോ കുഴപ്പമില്ലേ? കുഴപ്പമാണ്. ഏത് സമയത്ത് എനിക്കൊരു അറസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ നിന്ന് എനിക്ക് മാറിയിക്കേണ്ടി വരും. എന്റെ ദേവി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഒരു സ്വസ്ഥത എനിക്ക് നീ തരില്ലെന്നാണോ? വിഷ്ണു മോനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ വേലായുധം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ യഥാർത്ഥ പ്രതികളെ പോലീസ് കണ്ടെത്തുന്നവരെ ഞാനൊന്ന് മാറിയിക്കേണ്ടി വരും. അത്ര തന്നെ. എത്ര നിസ്സാരമായിട്ടാ മോനെ നീ പറയുന്നേ? കൊണ്ടുവനാ മൊഴി കൊടുത്തിരിക്കുന്നേ. അവൻ എന്തെങ്കിലും പറ്റിപ്പോയ മോൻ പിന്നെ കൊലയാളിയല്ലേ? വേലായുധനെ കുത്തേറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റാരുമല്ല, ആ ചാച്ചപ്പനായിരിക്കും. അവനല്ലാതെ മറ്റാരും അത് ചെയ്യില്ല. ഏത്? ഈ വണ്ടി പഴയതൊക്കെ പൊളിച്ചു വെക്കുന്ന ആ മാർക്കറ്റിൽ കടയിട്ടിരിക്കുന്ന ചാച്ചപ്പനോ? ആ, അത് തന്നെ പാർട്ടി. ഒരു വണ്ടി പൊളിച്ച വിറ്റ കേസിൽ കുറച്ച് പണമിടപാട് ചാച്ചപ്പനും വേലായുധനുമായിട്ടുണ്ട്. അയാൾക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ് പണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തതാണ്. പക്ഷെ വേലായുധനല്ലേ ആള്, അവിടെയും വേല ഇറക്കി കാണും. നിങ്ങളിങ്ങനെ അവന്റെ മഹത്വം പറഞ്ഞു നിൽക്കാതെ വിഷ്ണുവിനെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷിക്കാന്ന് പറ. അമ്മയും അച്ഛനും വിഷ്ണുവേട്ടനും അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാം. ഞാൻ അറിയാത്ത എന്തെങ്കിലും ഒരു രഹസ്യം നിങ്ങൾ 3 പേരും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ അതെന്താണ്? എനിക്കറിയണം. മക്കളെടാ, നിന്റെ ഒരു ബീഡി എടുക്കണ്ടാടാ? ഇല്ല മാമ. പിന്നെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? കഷ്ടം. അതെ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ആര്? ഞാൻ വാങ്ങിക്കണോ? പിന്നെ ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റൂ? ഈ സ്ഥിതിയിൽ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞ ഞാൻ എന്തോ ചെയ്യാനാ? നിങ്ങൾ പോയി വാങ്ങണോന്ന് പറഞ്ഞോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും വാങ്ങണോന്നേ പറഞ്ഞോളൂ. ഇവിടെ ഇപ്പൊ ആരുമില്ല. ഇങ്ങ് തന്നേക്ക്, ഞാൻ പോയി വാങ്ങിക്കാം. എത്ര നേരം ഐഡി 2 വറ്റിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. നിനക്കെത്തിരി നേരത്തെ ഇറങ്ങിയാലെന്താ? വെച്ചുണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ കടയിലായിരുന്നു. ഇവിടുന്ന് പോയിട്ട് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയത്. ബീഡി വാങ്ങിച്ചായിരുന്നോ? എടി, നിന്നോട് പറഞ്ഞില്ലായിരുന്നോ വരുമ്പോ ഒരു പാക്കറ്റ് ബീഡി വാങ്ങിച്ചോണ്ട്? ഇങ്ങോട്ടെങ്ങാനും ബീഡി മേടിച്ചോണ്ടെന്ന് എന്നെ മാത്രമല്ല അച്ഛനെ ഇറക്കി വിടും അവര്. അവിടെ ഒരുത്തുണ്ടല്ലോ, അവക്ക് പോയി സാധനം വാങ്ങിച്ചാലെന്താ? അവളെ കൈക്കിട്ട് ആരെങ്കിലും കടിക്കോടി? എന്റെ പൊന്നച്ഛ, ഇവിടെയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കും. എത്രയാ? പിന്നെ ആ വിഷ്ണു ചേട്ടൻ പണം കൊണ്ട് വന്നിട്ടുണ്ട്. പണം കൊണ്ടുവന്നോ? ആ പാവം ചേട്ടൻ പറഞ്ഞിട്ടാ കുത്തിയെന്നും പറഞ്ഞ അച്ഛൻ മൊഴി കൊടുത്തിരിക്കുന്നത്. പോലീസിന് ഇപ്പൊ ആരെങ്കിലും ഒന്ന് കിട്ടിയാ മതിയല്ലോ. എന്തായാലും ആ വിഷ്ണു ചേട്ടൻ നിരപരാധിയാണെന്ന് അച്ഛൻ പറയണം.
അപ്പൊ എന്നെ കുത്തിയത് പിന്നെ ആരാടി? ഇനി ഒരു പക്ഷേ ഒരു പക്ഷേ ഇല്ല. വേലായുധ, നിന്നെ കുത്താനുള്ള കൊട്ടേഷൻ ഞങ്ങൾ വെച്ചതല്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ നീ നേരത്തെ തന്നെ മുകളിലേക്ക് കെട്ടിയെടുത്തേനെ. ഒരല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി. അതാ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധവും. അപ്പൊ പിന്നെ എന്നെ കുത്തിയത് ആരാ? ചാച്ചപ്പൻ. ചാച്ചപ്പനോ? ആ, ഒരു സംശയം വേണ്ട. അവന്റെ മാർക്കറ്റിലെ പിള്ളേരാ നിന്നെ പൂളിയത്. ദേ വേലായുധ, ഞാൻ നിന്നെ കാണുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു അവന് കൊടുക്കാനുള്ള കാശ് കൊടുക്കണമെന്ന്. അത് കൂട്ടിയിട്ട് അത് കുഴപ്പമാകുന്നൊക്കെ. പക്ഷെ നീ കേട്ടില്ല. അവന് കൊടുക്കാനാണെന്നും പറഞ്ഞ് നീ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി പോയിട്ടുമുണ്ട്. അപ്പോഴും നീ നിന്റെ ഉടായ്പ സ്വഭാവം എടുത്തു. എന്നിട്ടിപ്പോ എന്തായി? ഒരവസരം കിട്ടിയപ്പോ അവൻ നിന്റെ ഇറച്ചിയിൽ കത്തി കയറ്റിയില്ലേ? അങ്ങനെയാണെങ്കിൽ അവനിട്ടൊരു പണി കൊടുത്തു. അച്ഛൻ എങ്ങോട്ടൊക്കെയാ പോകുന്നത്? കിടക്ക്, ആ മുറിവൊന്ന് ഉണങ്ങട്ടെ. നിന്റെ മുറിവ് വേലായുധ, അവന് നീ പണി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണേ ചെയ്തോ. പക്ഷെ വിഷ്ണുവിനെ ഈ കേസിൽ നിന്ന് നീ ഒഴിവാക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് ചെയ്യണം. അത് പറയാനാ ഞാനിപ്പോ വന്നത്. ഞാൻ പറഞ്ഞോളാം. ആ, എന്തായാലും എന്റെ മോളുടെ കല്യാണം നടത്താൻ നിങ്ങൾ അമ്മായിയപ്പനും മരുമോനും ഇത്ര സ്നേഹത്തോടെ നിൽക്കുമ്പോ അതെനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. പോലീസിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം. താൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. ആ ശരി. ഗോലക്ഷം നിക്കേ. ഒരു സ്മാൾ അടിച്ചാൽ കൊള്ളാന്നുണ്ട്. കൈയും കാലും ഒക്കെ വല്ലാത്ത വിറയലാടും. അതിനൊരു വഴി ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുമോ? അച്ഛാ, എന്തോടി? ഒന്ന് മിണ്ടാതിരുന്നേ. ആ ഡോക്ടർ എങ്ങനെ വന്ന് കണ്ട അയാൾ മൂക്കി കേട്ടോ. ഒരു ബീഡിയെങ്കിലും തന്നിട്ട് പോ. അതെ, ക്ഷമിക്കണം. അച്ഛന്റെ സ്വഭാവം അറിയാലോ. വേലായുധ, അപ്പൊ പറഞ്ഞതുപോലെ വിഷ്ണുവിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. നിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ പോവുക. ഞാൻ ഏറ്റു. താമസിക്കോ.